അപ്പോൾ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ മാങ്ങ അച്ചാർ. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കാണാനൊക്കെ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ. അതേപോലെ തന്നെ ഇത് ഒത്തിരി കാലം ഇരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഒരു കഷ്ണം മാങ്ങ മതി ഒത്തിരി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മൂവാണ്ടൻ മാങ്ങ ഇങ്ങനെ വെട്ടി മുറിച്ച് നീളത്തിലാണ് ആദ്യം തന്നെ അരിഞ്ഞിരുന്നത്. അങ്ങനെ നീളത്തിലൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നീളത്തിൽ പച്ച മുളക്, അത് നല്ല എരിവുള്ള പച്ചമുളക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. വേണമെങ്കിൽ കാന്താരി മുളകാകാം, അതേപോലെ തന്നെ ഉണ്ടമുളകാവാം, അതൊക്കെ ഏത് വേണമെങ്കിലും ആവാം, നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക്. കാരണം ഇത് കുറെ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ എരിവെല്ലാം മാറി എന്താ പറയാ, മാങ്ങയുടെ പുളിയും ആ ഉപ്പും എല്ലാം കൂടി അങ്ങോട്ട് ആയി കഴിയുമ്പോഴത്തേക്കും നല്ല സുഖമായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ എന്താ കിട്ടുന്നത് കണ്ടല്ലോ. നമ്മളിങ്ങനെ ഓരോ ലെയറായിട്ട് ഉപ്പും മാങ്ങയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ എല്ലാം ഇട്ടിട്ട് ഒരു തരി പോലും വെള്ളം ഒഴിക്കലോട്ടോ വരും. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതേപോലെ അങ്ങോട്ട് എടുത്ത് അടച്ചങ്ങാട് വെക്കും. അപ്പൊ ഇത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ഇങ്ങനെയായിരുന്നത്. പിന്നെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ മാറി 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 കൊണ്ടിരിക്കണേണ്. ഇപ്പൊ 4-ാം ദിവസമായി. 4-ാം ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ ഒന്ന് ചുരുങ്ങി. ആദ്യം നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും നിറയുണ്ടായിരുന്നല്ലേ. ഇപ്പൊ അതൊന്ന് സെറ്റായിട്ടൊന്ന് താഴേക്ക് ഇരിഞ്ഞ് ചുരുങ്ങി വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാ ദിവസവും എടുത്തൊന്ന് കുലുക്കി മേളിലിരിക്കുന്ന താഴേക്ക് എത്തിച്ചു കൊടുക്കാൻ നോക്കണം. കാരണം ആ വെള്ളവും കൂടെ നമുക്ക് ഇനി ആവശ്യമാണ്. അപ്പൊ അങ്ങനെ സെറ്റായി വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 10-15 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇത് ഇടാൻ പോകുന്നത്. അപ്പൊ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത്രയും വലിയ പീസ് കൊണ്ട് നമുക്ക് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല അണ്ടിയോടുകൂടി തന്നെയാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുറിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനിതിനെ 2ആയിട്ടോ 3ആയിട്ടോ നമുക്ക് മുറിക്കാം. ഞാനിതിനെ 2ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ അച്ചാറുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ. വീണ്ടും പച്ചമുളക്, അതേപോലെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, പിന്നെ അച്ചാർ പൊടി, അതേപോലെ തന്നെ കടുക്, ഉലുവ, അത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ആദ്യം തന്നെ നമുക്ക് പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ എല്ലാം ചേർത്ത് ഈ മാങ്ങയുടെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഞങ്ങളുടെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ അവനെ പിടിച്ച് ഞങ്ങളുടെ പേസ്റ്റ് ആക്കി മാറ്റി. ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മളിതിനെ സ്പെഷ്യലായിട്ട് പച്ചമാങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചമാങ്ങ അരച്ചെടുക്കാം. അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളുടെ ഗ്രേവി തയ്യാറാക്കാനുള്ള പരിപാടിയിലോട്ടൊക്കെ പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതവിടെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങ അരച്ചെടുക്കാം. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് കടുക് അതേപോലെ തന്നെ ഉലുവയൊക്കെ താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടുകും ഉലുവയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ചേർക്കാം. അപ്പൊ ഈ ഗ്രേവി ആക്കിയ 2 ഐറ്റംസ് ആണ്. ഒന്ന് പച്ചമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മാങ്ങ തന്നെ, മൂവാണ്ടൻ മാങ്ങ തന്നെയാണ്. അതിന്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിന്റെ കഴമ്പ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ അതിനെയും ഗ്രേവി ആക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. അങ്ങനെ മൊരിഞ്ഞു വരുന്ന സമയമായിട്ടുണ്ട് ഏകദേശം. നല്ലതുപോലെ മൊരിഞ്ഞു വരണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് ഇത്തിരി നാളത്തേക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത മാമ്പഴക്കാലം വരുന്നത് വരെയും സൂക്ഷിക്കാനുള്ള അച്ചാറാണിത്. കാരണം അത്രയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഒത്തിരി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട്. അതപ്പോ ഒരു വർഷം നമുക്ക് കൃത്യമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. കാരണം മാങ്ങ സീസണൊക്കെ ഏകദേശം കഴിയാറായി. അപ്പൊ ഈ സമയത്ത് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും. അച്ചാറിന് എപ്പോഴും ഇത്തിരി എരിവ് മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോഴാണ് അതിന് കൂടുതൽ രുചി ഉണ്ടാവുന്നത്. അപ്പൊ ഈ അച്ചാർ പൊടിയിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അച്ചാർ പൊടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കായമുണ്ട്, അതേപോലെ തന്നെ ജീരകം, അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കടുക് പരിപ്പുണ്ടല്ലോ, കടുക് പരിപ്പൊക്കെ ഇതില് മിക്സ് ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പൊടികളൊന്നും വേണ്ടി വരില്ല. ഈ ഒരു സാധനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പൊടിയിൽ തന്നെ നല്ല കിടിലൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ കണ്ടു ഗ്രേവിയിലൊക്കെ കളറൊക്കെ നോക്കിക്കേ. കണ്ട കടുക് പരിപ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ കടുക് ഇനി ഇപ്പോ ഇട്ടില്ലെങ്കിൽ കൂടെ ഇതിന്റെ കടുക് പരിപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാം. ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ കൂട്ടുകൾ കേട്ടോ.
അപ്പൊ ആദ്യം ഒരു കൂട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് നമ്മൾ റെഡി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് അതിലേക്ക് മാങ്ങ, പച്ചമാങ്ങ അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടിക്ക് പിടിക്കാതെ ഏകദേശം ഒരു ഒന്ന് തിളച്ചൊന്ന് ചാർന്ന് കുറുകി വന്നാൽ മാത്രം മതി. അത്രയും സമയം മതി. പിന്നെ നമ്മുടെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, നമ്മളുടെ ആ മാങ്ങയുടെ വെള്ളമൊക്കെ ഇനി ഇരിപ്പുണ്ട്. അപ്പൊ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മാത്രമല്ല, അതിലിരിക്കുന്ന പച്ചമുളക്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് എന്തായാലും ഉപ്പുണ്ട്, അതിന് ഉപ്പ് കൂടുതലായിട്ടുണ്ടാവും. പക്ഷെ ഗ്രേവിക്കും കൂടെ നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേവിയും കൂടുതൽ സെറ്റ് ആവും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ കഷ്ണമൊന്നും വേണ്ടി വരില്ല, ഈ ഗ്രേവി മാത്രം മതിയാവും ചോറ് കഴിക്കാനോ ചപ്പാത്തി കഴിക്കാനൊക്കെ. കാരണം ഇവൻ തന്നെ ഒരു പെർഫെക്റ്റ് സംഭവമാണ്. അപ്പൊ എന്തായാലും നമ്മളുടെ ഗ്രേവി നല്ല കുടുകുട എന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല സൂപ്പറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് നല്ല തിക്കായിട്ട് വായിലിങ്ങനെ വെള്ളം ഊറുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായം പൊടിച്ചതാണ്, അപ്പൊ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഓൾറെഡി കായപ്പൊടി ഉണ്ട്, പക്ഷെ അച്ചാറിന് ഇത്തിരി കായപ്പൊടിയുടെ സ്മെല്ല് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക മണവുമായിരിക്കും അല്ലെ. അച്ചാർ പൊടിയിൽ കായപ്പൊടി ഉള്ളതാണ്, എങ്കിൽ കൂടെ നമ്മൾ ഈ പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ അച്ചാറിന്റെ സ്മെല്ലും ആ രുചിയും ഒക്കെ ഒന്ന് മാറി ഒരു പ്രിയപ്പെട്ട രുചിയിലേക്ക് ആകും. ഇനി പറയുന്നത് നമ്മളുടെ അച്ചാറിന്റെ അല്ല, മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ ഉപ്പ് വെള്ളവും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മാങ്ങയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആഹാ, ഗ്രേവിയൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇളക്കി 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 എനിക്ക് തന്നെ കൊതി വന്നിട്ട് വയ്യ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചാലോ എന്ന്. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന്റെ ഗ്രേവി കുറഞ്ഞു പോകും. ഇതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു സംഭവം. അങ്ങനെ നമ്മുടെ പരിപാടിയിലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ഗംഭീരമായിട്ട് തിളച്ച് മറിഞ്ഞ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലെ വെള്ളത്തിന്റെ അംശമൊക്കെ പോയിട്ടുണ്ടാവും. പോയില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാങ്ങ ഇനി നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ. മാങ്ങ വേവിക്കാതെ ഈ ചൂട് സാധനം, ഈ ഗ്രേവി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം മാങ്ങ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതും പോകും. പിന്നെ അത് മാത്രമല്ല, കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു 4, 5, 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുഴഞ്ഞു പോകാൻ തുടങ്ങും. പക്ഷെ ഈ സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാലും ആ മാങ്ങ കഷ്ണങ്ങൾ അതേപോലെ തന്നെ ഇരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആ ചൂടോടുകൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ പിടിച്ചൊരു കുപ്പിയിലോട്ടൊക്കെ മാറ്റാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ കുപ്പിയിലേക്ക് മാറ്റാം. അപ്പൊ എല്ലാവരും കണ്ടല്ലോ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. പിന്നെ ആദ്യം തന്നെ എന്റെ കുറച്ച് തള്ളം കേട്ടല്ലേ. ഇപ്പൊ ഈ മാങ്ങ അച്ചാറും കൂടി ഒന്ന് തൊട്ട് നാവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കേമമായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൂടുതൽ മാങ്ങ കിട്ടുമ്പോഴേക്കും ഇതേപോലെ ഉണ്ടാക്കി വെക്കൂ. ഇത്തിരി സമയം എടുത്താലും ഇത്തിരി കഷ്ടപ്പെട്ടാലും നമുക്ക് രുചികരമായിട്ട് തന്നെ 1 വർഷം മുഴുവൻ കഴിക്കാവുന്ന മാങ്ങാച്ചാർ നമുക്ക് വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാവുന്ന തന്നെയാണ്. മറ്റെങ്ങും നമുക്ക് പോകേണ്ട യാതൊരു ആവശ്യവും വരില്ല. അപ്പൊ നമ്മുടെ കിടിലൻ മാങ്ങാച്ചാർ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ എല്ലാ കൂട്ടുകാരും സമയം കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ അല്ലു.